ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ നെക്സ്റ്റ് ചാപ്റ്റർ കൾച്ചറൽ പ്രൊഡക്ഷൻ, സാംസ്കാരിക നിർമ്മിതികൾ, കൾച്ചറൽ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്, കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഏൻഷ്യൻ്റ് പീരീഡിലും മിഡീവൽ പീരീഡിലും പെയിൻറ്റിങ്ങിലൂടെ എങ്ങനെയാണ് കല വികസിക്കുന്നത്, അല്ലെങ്കിൽ ആർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് പെയിൻറ്റിങ്ങിലൂടെ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പെയിൻറ്റിങ്ങിന് നമുക്കൊരു ഇമ്പോർട്ടൻസ് കാണാൻ പറ്റും, ചിത്രരചനയ്ക്ക്. അപ്പോൾ ഏറ്റവും പഴയ കാലഘട്ടത്തിലാണെങ്കിലും ചിത്രപ്പണികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗുഹകളിലൊക്കെ പലതരത്തിലുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാത്രങ്ങളിൽ, അതുപോലെ തന്നെ വസ്ത്രങ്ങളിൽ, വീടുകളിലൊക്കെ എന്താണ് പലതരത്തിലുള്ള ചിത്രരചനകൾ, ചിത്രപ്പണികൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ച് വീടുകൾക്ക് മുന്നിൽ കോലം വരച്ചിരുന്നു. ഇതൊക്കെ അവരുടെ ചിത്രരചനയിലുള്ള കഴിവുകളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ മധുബാണി പെയിൻറ്റിംഗ് ആണ് ഇതിന് ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള ഒരു ഗ്രാമീണ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണിത്, മധുബാണി പെയിൻറ്റിങ്. ഇനി ഗുഹാചിത്രങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേട്ടയാടി ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഈ ഗുഹാ പെയിൻറ്റിങ്ങുകൾ നടത്തിയിരുന്നത്. അപ്പോൾ അവരുടെ വിനോദത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ പലതരത്തിലുള്ള കൂർത്ത കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരിങ്ങനെ വരച്ചു വയ്ക്കും. അപ്പോൾ ആ ചിത്രങ്ങളാണ് പിന്നീട് നമുക്ക് നമ്മുടെ പുരാവസ്തു ഗവേഷകർക്കൊക്കെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിച്ചത്. ഉത്തർപ്രദേശിലെ മിർസാപൂർ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇത്തരം പെയിൻറ്റിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. മൃഗങ്ങളെ വേട്ടയാടുന്ന ചിത്രങ്ങളാണ് അതിലുണ്ടായിരിക്കുക. അതിൽ നിന്നാണ് നമുക്ക് അവരുടെ ആയുധങ്ങൾ, എങ്ങനെയുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഇവർ തന്നെ ചെയ്തിരുന്നത് പിന്നീട് ഈ ഡെവലപ്മെൻറ്റുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ എന്താണ് മനുഷ്യ ജീവിതം മാറി വന്നപ്പോൾ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങി. ഗുഹാചിത്രങ്ങളൊക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങി. ഈ ഗുഹാചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നവർക്ക് രാജാക്കന്മാരെന്താണ് പ്രോത്സാഹനങ്ങളൊക്കെ നൽകി തുടങ്ങി. മഹാരാഷ്ട്രയിൽ അജന്ത എല്ലോറ ഗുഹകളിലൊക്കെ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ കാണാം. ഇവിടെ ശ്രീബുദ്ധൻ്റെ ജീവിത കഥകളാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ രാജകൊട്ടാരങ്ങളിൽ ഒക്കെ ഇതുപോലെയുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ വന്നു തുടങ്ങി. മുഗൾ പെയിൻറ്റിങ്ങുകൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബുക്ക് ബൈൻഡിങ് അതൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ടാണ് അവിടെ എന്താണ് ജീവചരിത്രങ്ങൾ, അക്ബർനാമ, ഐനി അക്ബരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീവചരിത്രങ്ങളൊക്കെ അവിടെ എഴുതപ്പെട്ടത്. ഇനി ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായിരുന്ന ഋഷഭദേവൻ, അദ്ദേഹം ഒരു നല്ല ചിത്രകാരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെയും ആഭരണങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതിന് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം മുതലേ തന്നെ നമുക്ക് അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. കൂടുതലായും കോട്ടൺ കമ്പിളി വസ്ത്രങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. കുശാന രാജവംശത്തിലെ സൈന്യം തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തുന്നാത്ത വസ്ത്രങ്ങൾ, ഇങ്ങനെ മുണ്ടൊക്കെ മാത്രമാണ് ഉടുത്തിരുന്നത്, തുന്നാത്ത വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കുശാന രാജവംശത്തിലെ സൈന്യം തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അമരാവതി, ബ്രഹ്മദേശരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ശിലാചിത്രങ്ങളിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകളും തുന്നിയ വസ്ത്രങ്ങൾ ധരിച്ചതായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നൂൽക്കുന്ന യന്ത്രങ്ങൾ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് തുന്നിയ വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നു എന്ന് നമുക്ക് തരുന്ന തെളിവുകളാണ്. വെറുതെ കോട്ടൺ വെള്ള വസ്ത്രങ്ങളല്ല, കളർ വസ്ത്രങ്ങൾ, നിറങ്ങളുള്ള വസ്ത്രങ്ങളും അവർ ധരിച്ചിരുന്നു. ഈ നിറങ്ങൾ സസ്യങ്ങളിൽ നിന്നാണ് അവർ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതിൽ ഓരോ നിറത്തിനും അവർക്ക് ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുവപ്പ് നിറം സമൃദ്ധിനെയാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വിവാഹത്തിന് വധു അണിയുന്നത് ചുവപ്പ് നിറമായിരിക്കും. കാവിയും വെള്ളയും പരിശുദ്ധിയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. കറുപ്പ് നിറം അശുഭമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കാവിയും വെള്ളയും പരിശുദ്ധിയെയും അതുപോലെ തന്നെ ത്യാഗത്തെയും സൂചിപ്പിക്കുന്നത് കൊണ്ട് സന്യാസിമാരൊക്കെ എന്താണ് ആ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ഓരോ ഈ വസ്ത്രങ്ങളിൽ ചിത്രപ്പണികൾ ഉണ്ടാവും. അപ്പോൾ ചിത്രപ്പണികൾ ചെയ്യുമ്പോൾ
ഓരോ പ്രദേശത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതരം തുണിത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ആന്ധ്രാപ്രദേശത്തിന് പ്രത്യേകതരം തുണിത്തരങ്ങളാണ് കലങ്കാരി. ഇപ്പോൾ കുറച്ച് കാലം മുന്നൊക്കെ, ഇപ്പോഴും കുറച്ച് നമ്മുടെ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് കലങ്കാരി. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതകളായിരിക്കും ആ തുണിത്തരത്തിലുള്ള പ്രിൻറ്റിങ്ങുകളിൽ കാണാനായിട്ട് പറ്റുക. ഈ കലങ്കാരിക്ക് 14-ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. ഇതാണ് വസ്ത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ആ സമയത്ത് മഹാഭാരതം, അതുപോലെ രാമായണം, ഈ മഹാഭാരതം രാമായണമൊക്കെ എഴുതപ്പെട്ടത് നമ്മുടെ ഭാരതത്തിലാണെങ്കിൽ കൂടി ഇതിൽ പലതരത്തിലുള്ള വകഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാഭാരതത്തിനും രാമായണത്തിനും ആദി മഹാകാവ്യമായിട്ടുള്ള ഇവയ്ക്കൊക്കെ എന്താണ് ഉണ്ടായിട്ടുണ്ട്. രാമായണം എഴുതിയിട്ടുള്ള ആദികാവ്യം രാമായണം വാൽമീകി എഴുതിയിട്ടുണ്ട്. ഇതിനെ ഹിന്ദിയിലേക്ക് തുളസീദാസ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേര് രാമചരിത മാനസം അങ്ങനെയായിരുന്നു. അതേപോലെ മഹാഭാരതത്തിനും പലതരത്തിൽ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഭാഷയിലേക്ക് ഇങ്ങനെ തർജ്ജമ ചെയ്യപ്പെടുമ്പോഴും വ്യത്യസ്ത പേരുകളിൽ, അപ്പോൾ ചില തർജ്ജമകളിൽ എന്താണ്, ആ കഥാപാത്രങ്ങൾക്ക് പോലും ചെറിയ അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ആ കഥകൾക്ക് പോലും എന്താണ് നേരിയ തോതിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ അവിടെ സംഭവിച്ച് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു സംസ്കാരത്തിൻ്റെ എന്താ പറയുക നിർമ്മിതികൾ എന്ന് പറയണത്. അപ്പോൾ ഇപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തിനാണ് ഈ മഹാഭാരതവും രാമായണം കൊണ്ടുവച്ചതെന്ന് ആലോചിക്കേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് നിർമ്മിതികളാണ്. ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ എന്നല്ല പറയണ്ടേ, ഭാരത സംസ്കാരത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്ന രണ്ട് കൃതികളാണ് എന്ത്, മഹാഭാരതവും രാമായണവും. അപ്പോൾ അത്തരം രണ്ട് നിർമ്മിതികൾ കൂടി നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നിർമ്മിതികളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഇത് നന്നായിട്ട് വായിക്കുക, നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതുക. താങ്ക് യു.